നാം എല്ലാം കാണുന്നു. ശിഷ്യ, ഹോമകുണ്ടം റെഡിയാക്കുക. ഹോമകുണ്ടം ഇവിടെ 4 ചുടിയിലെടുത്ത് വെച്ച് നടുക്ക് തീർറേ. പറയണ കേൾടേ നീ പച്ചമലയാളത്തിൽ പറ. പിന്നെ നീ എല്ലാം കുളമാക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഞാൻ നിന്റെ ആശാനാണ് കേട്ടാ. കൂടുതലും കയറി പോണ്ട. കഴിഞ്ഞ 2 പൂജ നിങ്ങൾ ഒറ്റ പിടിപ്പോടെ പൊളിഞ്ഞ് കൊട്ടാ കയറി അറിയാം. ആരാ പിടിപ്പോണ്ടാ മാറി? ആരാ പിടിപ്പോണ്ടാ പോയത്? നിങ്ങളെ പിടിപ്പോടും. എടാ, അവരെന്താണ് വിളിച്ചത്? അവർ വിളിച്ചിട്ടായിരുന്നു ഒരു അമ്മാവൻ തളർന്നു കിടക്കുന്നു, പൂജ ചെയ്ത് റെഡിയാക്കണമെന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് സമയത്ത് ചെന്നു. പക്ഷെ നീ എടുത്തേന്ന സാധനത്തിന്റെ കുഴപ്പമാണ്. ഉണ്ണിവെള്ളം കൊണ്ടുവന്നില്ല. ഉണ്ണിവെള്ളം പറഞ്ഞ് തോട്ടി കളങ്ങനെ വെള്ളമല്ലാടാ കോരി തന്ന. 3 സിലോപ്പിയാണ് ആ കളവന്റെ മൂക്കിൽ ഞാൻ എടുത്തത്. പിന്നെ ഇടിക്കൂലേ? ഇടേ ഞാൻ പറഞ്ഞു ഇനി വന്നാണ്. ഇനി വാ, എത്ര കാലം ഇങ്ങനെ ചാരായം മാറ്റി നമ്മൾ ജീവിക്കും? ഇപ്പൊ കേരളത്തിലെ സീസൺ ഇതാണ്. ഓണം ആയി കഴിഞ്ഞാൽ മഹാബലി, ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ബാഹുബലി, പൈസ ഉണ്ടാക്കണമെങ്കിൽ ബാഹുബലി, ഇപ്പോൾ ഉള്ള സ്റ്റൈലാണ് നരബലി. അപ്പോഴേ അറിഞ്ഞൂടെ ഈ കേരളത്തിലുള്ളവന്മാർ മൊത്തം കിഴങ്ങുകളാണെന്ന്. അപ്പൊ നമുക്ക് ഈ നരബലിയും മന്ത്രവാദമൊക്കെ ഇട്ട് പിടിക്കാം. നീ കൂടെ നിന്നോണം കേട്ടോ. ഇവിടെ ഒരു പെണ്ണുണ്ട്, കിഴങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അറ്റം കിഴങ്ങി. അവൻ എത്തി ബുദ്ധിയുണ്ട്. അവനെ ഞാൻ ഇപ്പൊ അടിച്ചിടാം. എന്താ പറഞ്ഞേ? ഓരോ ഉടായ്പ സാവിമാരെ വിളിച്ച് വരുത്തിക്കോളും. നോമേണോ ഉടായ്പെന്ന് പറഞ്ഞത്? നാം തന്നെ ശപിക്കും. നീ എന്നെ വലിക്കും. നീ എന്നെ ഇവനെത്തി ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഒരു വിലയില്ല. എന്നെ പറ്റി അറിയാഞ്ഞിട്ടാ. എന്നെ പറ്റി പറഞ്ഞു പറ. ഞാൻ അറിയാന്ന്. സ്വാമി അറിയാമോ? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ഐറ്റം തന്നെ. ഞാൻ ഷവായി കട നടന്നു വൈകിട്ട് ചുട്ട കോഴിയെ കറക്കായി. എടാ, എന്റെ മന്ത്രത്തിനെ പറ്റി മറ്റേ കാര്യം പൂജയുടെ കാര്യം. കോട്ടയത്ത് ശാന്തി എന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടിൽ പൂജയ്ക്ക് പോയി. മുറി അടച്ചിരുന്ന് പൂജ ചെയ്ത് 3 ദിവസം അവളെ വീട്ടിനകത്ത് കയറുന്ന പൂജ ചെയ്തതിന് അവളെ മാപ്പിള വന്ന് ഇടിച്ച് നൂത്തുകളഞ്ഞു. മൂത്രം പോയില്ലല്ലോ. അതാണോ പറയാൻ പറഞ്ഞത്? മറ്റേ പൂജ മറ്റേ തൃശ്ശൂരത്തെ പെണ്ണ് അല്ല. നോമിന്റെ കഴിവുകൾ പറഞ്ഞു കൊടുക്കൂ. സ്വാമിയെ പറ്റി അറിയാമോ? സ്വാമി മന്ത്രവാദി സിദ്ധനും ഭയങ്കര വലിയ ദിവ്യനത കേട്ടിട്ടുണ്ട്. എന്തിനാണ് സംഭവം? എന്തിനാണ്? കേട്ട കണക്കല്ല, മഹാദിവ്യനാണ്. ആണാ? ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴി അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു കൊച്ചു തളർന്ന് കിടക്കുന്നു. കാല് തളർന്ന് കിടക്കുന്നു. എന്നിട്ട് കാല് തളർന്ന് കിടക്കുക? നിസ്സാര കാല് തളർന്ന് കിടക്കല്ല. ഈ ചുരിദാറിന്റെ പാന്റ് എടുത്ത് കഴുകിയിടണം കണ്ടിട്ടുണ്ടോ? ശേഷിയില്ല, ഇങ്ങനെ കിടക്കുമല്ലോ, അതുപോലെ കിടക്കണം ആ കൊച്ചു. എന്നിട്ട് സ്വാമി എന്തോ കാണിച്ചെന്ന് പറ. ഇവനെ അങ്ങോട്ട് ചെന്ന് ഈ ചുരിദാറിന്റെ പാന്റ് ഇങ്ങോട്ട് എടുത്ത് അല്ലല്ല കൊച്ചിന്റെ കാലെടുത്ത് തടവി, നല്ലോണം തടവി, കുറച്ച് പുണ്യവെള്ളം തളിച്ച് 2 കൊട്ടും കൊട്ടിയപ്പോഴത്തേക്കും വയറിണക്കാണ് നടന്നത്. ആരാ? കുട്ടിയാ? അല്ല, സ്വാമി. നാമിനെ പറ്റി കറക്റ്റായിട്ട് അങ്ങോട്ട് പിടുത്തം കിട്ടാത്തോണ്ടാ. മാറേ. മേമനെല്ലാം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടാ? ഇപ്പൊ കേട്ടാ? അതിന്റെ തായ് വഴി ഉള്ളതാണ് നോം. തായ് വഴിയാ? മോളിൽ കൂടി വേറെ വഴിയൊന്നുമില്ല. നോം തന്നെ ശപിക്കും. നീ വലിക്കും. നീ എന്നെ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞു പറ. അച്ഛനറിയാമോ? അച്ഛൻ ഇല്ലായിരുന്നാ? നിങ്ങൾ അച്ഛനല്ലേ? പുള്ളിയുടെ അച്ഛനെ പറ്റി അറിയാമോ? ഇല്ല. പുള്ളിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഭയങ്കര അത്ഭുത പ്രവൃത്തിയല്ലേ? വന്യജീവികളെ വെച്ച് അത്ഭുത പ്രവൃത്തികൾ കാണിക്കും. വന്യജീവികളെ വെച്ച് അത്ഭുത പ്രവൃത്തി കാണിക്കും? എന്തൊക്കെ കാണിക്കും? പെരുമ്പാമ്പിന് കഴുത്തിലിട്ടുകൊണ്ട് നടക്കും. അത് ശരി. പെരുമ്പാമ്പിന് ഇളി കെട്ടിക്കൊണ്ട് നടക്കും. പെരുമ്പാമ്പിനെ കൈ വെച്ചുകൊണ്ട് നടക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു? പെരുമ്പാമ്പ് വയറ്റിട്ടുകൊണ്ട് നടക്കും. അപ്പൊ പെരുമ്പാമ്പ് വിഴുങ്ങിയല്ലേ? വിഴുങ്ങിയതല്ല, യാഗം. അച്ഛൻ വയറ്റിനകത്തിന് യാഗം നടത്തുകയാണ്. അച്ഛന്റെ യാഗം അല്ല, അതാണ് പെരുമ്പാമ്പിന്റെ യോഗം. എന്തോന്ന് ഉടായ്പ സ്വാമി അടിയത്? ഉടായ്പല്ല, ഞാൻ പറഞ്ഞു ഉടായ്പല്ല അല്ലാന്ന്. നിങ്ങൾക്ക് ഇതുവരെ എന്നെ പറ്റി അങ്ങോട്ട് പിടുത്തം കിട്ടിയിട്ടില്ല. അതിന്റെ പ്രശ്ന ശബരിമല അമ്പലം, ഗുരുവായൂർ ക്ഷേത്രം, ആറ്റിയാൽ പൊങ്കാല, ഇതിലൊക്കെ പൂജ ചെയ്യുന്ന ആരാ? അത് ആരുടെ ഈ പറയും പോലെ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇവരൊക്കെ എങ്ങനെയാണ് പൂജ ചെയ്യണം? അയ്യോ, അറിയത്തില്ലേ? അറിഞ്ഞോടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആരാ? പോറ്റി. ഇവന്റെ പേരെന്തോ? നീ അറിയില്ല പേരെന്തോന്നു? അങ്ങനെയല്ല, കിഴങ്ങൻ എന്നാക്കണം. എന്നിട്ട് മറ്റേ ഗസറ്റിൽ കൊടുത്ത പേര് മാറ്റണം. കിഴങ്ങൻ. ഞാൻ പറയണ മന്ത്രം ചെയ്യാമോ? മന്ത്രം ചെയ്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അന്ന് ഞാൻ കുറെ മന്ത്രങ്ങൾ പറഞ്ഞു തന്നില്ലേ? അത് ചെയ്യിച്ചായിരുന്നു പുള്ളിയെ കൊണ്ട്. ഇന്നാളെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അർദ്ധരാത്രി കുളിച്ച് ഈ അർദ്ധനഗ്നനായി ഒരു മുട്ട കൊണ്ടുവന്ന വാഴയുടെ മുട്ടി കുഴിച്ചിടാൻ പറഞ്ഞായിരുന്നോ? അത് ഈ സ്വാമിയാണോ പറഞ്ഞത്? ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞായിരുന്നു. നിങ്ങൾ കാണിച്ച പോക്കറ്റിലുണ്ടല്ലേ, നിങ്ങളന്ന് പറഞ്ഞ പോലെ ഞാൻ അർദ്ധരാത്രി മറ്റേ ഫുൾ വിത്തൗട്ടില് മറ്റേ വാഴത്തോട്ടത്തിൽ മുട്ടോണ്ടിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങളെ മൊത്തം പറഞ്ഞെന്തെന്ന് അറിയാവോ? രംഗണ്ണം പാതിരാത്രി തുണിയില്ലാതെ വാഴ മൂട്ടിരുന്ന് മുട്ട ഇടണം. മാത്രമല്ല എനിക്ക് നാട്ടിലൊരു കിടില ഒരു ഇരട്ടപ്പേരും കിട്ടി, നാക്കിട് രംഗനെന്ന്. അത് ഇവൻ കാരണമായിരുന്നല്ലേ? കുഞ്ഞുങ്ങളുണ്ടാവണം ഇങ്ങനെയൊക്കെ ചെയ്യണം. കുഞ്ഞുങ്ങളുണ്ടാവും ഇതിനു മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പറയാ. പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറഞ്ഞോളൂ. ഒരുപാട് ആശുപത്രികളിൽ കാണിച്ച് ഒത്തിരി നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും എല്ലാം നടത്തി, എന്നിട്ടൊന്നും ഒരു ഫലവും ഇല്ല. സ്വാമി മാത്രമാണ് എന്റെ. ഒരുപാട് അമ്പലത്തിൽ പോലെ അല്ലേ പൂജ നടത്തിയല്ലേ? ഇതിലൊന്നും കുഞ്ഞുങ്ങളില്ല. നോം വിചാരിക്കണം. അല്ല, പൂജ കാര്യങ്ങളൊക്കെ നോം അങ്ങോട്ട് വിചാരിക്കണം. പൂജ ചൂരല്ല ഞെരിക്ക,
ചൂരലിഞ്ഞെടുക്ക ആദ്യം ഒഴിപ്പിക്കണ കണ്ടോ ചൂരലിഞ്ഞെടുക്ക. അതിനിവിടെ ബാധയൊന്നും ഇല്ലല്ലോ. അതല്ലടാ കുറുക്ക് ചൊറിക്കുന്നു ഇവിടെ. ഓ, അതുകൊണ്ട് ഇങ്ങനെ കൈ എത്തൂല. അതുകൊണ്ട് നീശാൻ പേടിച്ചു പോയി. അല്ല ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവും, ഉറപ്പാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്തുവാണ് സഹിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കാശ് തരും. എന്താ പറയാ 10 തവണ ഈ വീട് ചുറ്റി വരിക. അയ്യോ അതെനിക്ക് വയ്യ ഏട്ടാ. വയ്യേ? അപ്പൊ നാമിനെ മനസ്സിൽ വിചാരിച്ച 10 തവണ ഈ ആറ്റിൽ മുങ്ങി എഴുതേക്കുക. അയ്യോ ഒട്ടും വയ്യായിരിക്കും. വയ്യ. വയ്യ. അപ്പൊ അമ്പലത്തിന് ചുറ്റും 1000 തവണ നടക്കുക. എനിക്ക് വയ്യ വയ്യ വയ്യ. ഇവിടുത്തെ പ്രശ്നം എന്താ? കുട്ടികളില്ലാത്തതാണ്. ഇവന് വയ്യ. അതാണ് എന്ത് പറഞ്ഞാലും അവന് വയ്യ. ഒരു കാര്യം ഞാൻ അവന്റെ തിളച്ച എണ്ണ വാരി അവന്റെ തലയിൽ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഒരു മെഴുകിരി എടുത്ത് അവന്റെ തലയിൽ എത്തിച്ചു വെച്ചു കൊടുക്കും. അവന് വയ്യ വയ്യ വയ്യ. നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇനി ഇവിടെ നിന്നൊരു കാര്യമില്ല. വൈകുന്നേരം വെള്ളം അടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുന്നത്. വെള്ളം അടിക്കാനുള്ള ഓർമ്മിക്കണം. ടച്ചിങ്സ് മാത്രമേ ഉള്ളൂ. ടച്ചിങ്സ് മാത്രമേ ഉള്ളൂ. ആപ്പിൾ വാങ്ങിച്ചു വെച്ചിരിക്കണ. വെള്ളം അടിക്കാനുള്ള ഇത് പൊപ്പിച്ചു തരാം. എന്താ സമയം പെറുപിറുക്കണത്? എടീ പോയി താക്കി കൊടുത്തിട്ടോ. ജന്നിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഇവിടുത്തെ പിതൃക്കന്മാര് നിങ്ങളുടെ അപ്പപ്പ ശരീരത്തിൽ കൂടിക്കണം. ആരപ്പൂപ്പായി? കുട്ടിയുടെ അപ്പൂപ്പനാണ് ഞാൻ. എടി നിന്റെ അപ്പൂപ്പനെ കൂടിയെന്ന്. മാറി നിൽക്ക. എന്റെ മോളോട് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ അപ്പൂപ്പന്റെ പേരെന്തോ? പൊന്നപ്പൻ. പൊന്നപ്പനാണ് ഞാൻ. പേര് പറഞ്ഞ കേട്ടാ? പേര് പറഞ്ഞത് കേട്ടാ? മക്കളെ സ്വാമി ഉടായ്പൊന്നും കാണിക്കണ്ട. ഇത് ഇവളെ അപ്പൂപ്പനല്ല. ആണ്. ഇവളെ അപ്പൂപ്പനല്ല. അറിയാം. എങ്ങനെ അറിയാം? എങ്ങനെ അറിയാന്നാ? എടി നിന്റെ അപ്പൂപ്പന് ഒരു ചെറിയൊരു മുടന്തുണ്ടായിരുന്നു. പൊന്നപ്പന് മുടന്തുണ്ട്. അത് വലത്തേക്കാലല്ല ഇടത്തേക്കാലല്ല മുടന്ത്. വലത്തേക്കാല്. എടി ഇടത്തേക്കാലില്. വലത്തേക്കാല്. വലത്തേക്കാലില്. ഇടത്തേക്കാല്. എടി വലത്തേക്കാലി. ഭർത്താവും ഭാര്യയും കൂടെ പാലാഴി കടയുമ്പോൾ എന്നിട്ട് കടയാണ്. ഐരാവതം വല്ലതും വന്നാൽ അവന് കൊടുക്കണം കേട്ടോ. നിനക്ക് കറക്റ്റായിട്ട് ഞാൻ പറയാം. അവളെ അപ്പൂപ്പനാണ്. മക്കളഞ്ഞു വാ. മക്കളഞ്ഞു വാ. മക്കളെ അപ്പൂപ്പന് കൈ വിറയ്ക്കുന്നു. അപ്പൂപ്പന് 2 എണ്ണം അടിക്കണം. മദ്യം അടിക്കണം. മദ്യം എന്താ? അതിന് അവളെ അപ്പൂപ്പ കുടിക്കത്തില്ലായിരുന്നല്ല. ഇതേ വേറെ കാര്യമുണ്ട്. ഈ അപ്പൂപ്പൻ മരിച്ചങ്ങ് പരലോകത്ത് ചെന്നല്ലേ, അവിടെ ചെന്ന് ചീത്ത കൂട്ടുകെട്ട് കൂടി ഇപ്പൊ ഭയങ്കര വെള്ളോടിയാണ്. 2 എണ്ണം താക്കളെ കയ്യിരുന്ന് അടിക്കണേ. ശിവമണിയുടെ ഡ്രം അടിക്കും പോലെ. ഒരു 5000 രൂപയുടെ കുപ്പി ഞാൻ വാങ്ങിച്ചു തരാം. 5000 രൂപയുടെ മദ്യം ഞാൻ വാങ്ങിച്ചു തരാം. 5000 രൂപ. ദൈവമേ. ഇവന് ജോലിയായെന്ന് തോന്നുന്നു. ആര്? ചുമ്മാണേ ചുമ്മാണേ ചുമ്മാണേ. ഒരു കാര്യമില്ല. 5000 രൂപ ഇതാണ്. ഒരുത്തൻ കളിച്ചു വെച്ചിരിക്കുന്ന സാധനത്തിൽ കയറി എന്തിനു പറഞ്ഞു വിടാ നോക്കുമാരെ. ഇരിക്കുക. പെങ്ങളി ചെന്ന് ഇച്ചിരി വെള്ളം എടുക്കുക. സ്വാമിക്ക് പോക. അവിടെ ഇരിക്കുക. അവനെന്ന് ഞാൻ തീർന്നു തരാം. പോയി എടുക്ക. അതെ ഇവിടെ എന്തിനു കറങ്ങി കറങ്ങി നിൽക്കുന്ന? സത്യം പറ, നിങ്ങൾ ഇത് ശരിക്കുള്ള സിദ്ധനാണാ? ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടല്ലേ? ഇവിടെ ഞാൻ പിന്നെ എന്താ കഞ്ഞി വീത്താൻ വന്നവനാണ്. പാചകക്കാരനാണ് ഞാൻ. ഇവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് സിദ്ധനാണ്. സംഭവം എനിക്ക് ഇപ്പോഴാണ് റൂട്ട് മനസ്സിലായത്. നീ നല്ല ബുദ്ധിയുള്ള നല്ല ചെറുപ്പക്കാരനാണ്. അത് എനിക്കറിയാമല്ലോ. പക്ഷെ നിന്റെ വൈഫിന് അങ്ങോട്ടൊരു ഗുണമില്ല. ഉണ്ട്. എനിക്ക് അവളിൽ ചെറിയ സംശയമുണ്ട്. കാരണം ഇവള് വേറെ ആരും പ്രേമിക്കുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട്. കറക്റ്റാ. അതുകൊണ്ടാണ് നിന്നെ കിഴങ്ങനാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. തെളിവോട് കൂടി ഞാൻ പൊക്കി തന്നാ നീ എന്നെ വിശ്വസിക്കുമോ? അതിന് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തന്നാ ആവശ്യമുള്ള പൈസ ഞാൻ തരാം. ആവശ്യമുള്ള പൈസ ഞാൻ തരാം. റൂട്ടി വരുന്നുണ്ടേ. ഉണ്ട്, സംഭവം ഉണ്ട്. നീ അപ്രത്യക്ഷനാവാനുള്ള ഒരു സാധനം ഞാൻ തരാം. അപ്രത്യക്ഷനാവാനുള്ള സംഭവം ഞാൻ തരാം. അപ്പൊ അവൾ ആരെ ഫോൺ ചെയ്യുന്നു, ആരെയൊക്കെ വിളിക്കുന്നത് കൃത്യമായിട്ട് നിനക്കറിയാൻ പറ്റും. അത് കൊള്ളാം. പക്ഷെ അപ്രത്യക്ഷാവോ? ആവുമെന്ന് നിങ്ങൾക്ക് വല്ല സംശയം ഈ പൊടി ഉപയോഗിച്ച് എല്ലാരും അപ്രത്യക്ഷമായിട്ട്. പൊടിയല്ല, പൊടി അവിടെ കൊടുത്തേല്ലേ. ഇവിടെ ആപ്പിൾ കൊടുക്കാം. ഒരു ആപ്പിളുണ്ട്. ഈ ആപ്പിളില്ലേ, വെറും ആപ്പിളല്ല. ഇതാണ് പണ്ട് ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിൾ. ഇത് മോൺസന്റെ ഞാൻ മാറ്റാം. ഇത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നീ അപ്രത്യക്ഷനാവും. ഉറപ്പാണ്. പക്ഷെ വേറെ കേസ്, ചുമ്മാ ഞാൻ തരൂല. ഒരു 30,000 പിടിക്കുക. 30,000 രൂപ. 30,000 രൂപ അല്ല, 1,00,000 രൂപ വേണേ തരും. എനിക്ക് അവളെ കള്ള കാമുനെ ബുക്ക് ചെയ്യാതെ. നീ തൽക്കാലം 30,000 രൂപ ഗൂഗിൾ പേ. എവിടെ എന്റെ മൊബൈല്? സ്വാമിയുടെ നമ്പർ പറ. 8290322739. ഒന്നാ നോക്ക്. വന്നു മണി കേട്ടാ അറിയാം. വന്നു. എന്നാ പിന്നെ അതങ്ങ് തന്ന് എന്നെ അപ്രത്യക്ഷനാക്കണം. അവളെ കള്ള കാമനയാണ് പിടിച്ചോട്ട്. കഴിച്ചോ? ഭയഭക്തിയോടുകൂടി ഈ ആപ്പിള് ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് കഴിക്കുക. കൊള്ളാം. ഇത് ഞാൻ അയച്ചു കൊടുത്തല്ലേ സായിപ്പൂമര് ഹോളാമൻ സിനിമ എടുത്താ. അപ്രത്യക്ഷനാവോ? ഇവിടെ കറക്റ്റ്. ഇത് ജ്യൂസ് അടിച്ചാ ഹോളാമൻ സിനിമ എടുത്ത് അപ്രത്യക്ഷനാവും. കഴിക്കട്ടാ. വിശ്വാസത്തോടെ കഴിക്കങ്ങോട്ട്. അയ്യോ താടി മറഞ്ഞു കേട്ടാ. അയ്യോ തൊണ്ട എവിടെ പോയി? വയറ്. അയ്യോ കൈ എവിടെ പോയി? അയ്യോ ഇവിടെ നിന്ന് ആളെവിടെ? സ്വാമി എവിടെ നിന്നാ വെളിയാക്കുന്നു? സ്വാമി അയ്യോ എനിക്കൊന്നും കണ്ടുകൂടാ. എനിക്ക് കാണാതെ നിനക്ക് കാണാമോ? ഇപ്പൊ കാണാമോ? എനിക്കൊന്നും കാണാമോ? സ്വാമി അയ്യോ എവിടെ നിന്ന്? ഒന്നും കേക്കില്ലേ? അയ്യോ കേൾക്കുന്നുണ്ട്, കാണാൻ പറ്റും. സ്വാമി അയ്യോ എവിടെന്നാ? അയ്യോ ദൈവമേ അപ്രത്യക്ഷനായ. അയ്യോ എവിടെന്നാ ഇത്? സ്വാമി അയ്യോ ആപ്പിള് മാത്രം കൈ ഇരിക്കുന്നു. ഉടായിപ്പോ സ്വാമി വല്ലാണ്.
ശരിക്കും അദൃശ്യനായെന്ന് തോന്നുന്നു കേട്ടോ. അദൃശ്യനായി കേട്ടോ. ഇവനൊന്ന് തെളിയിച്ചു കൊടുക്കാമോ അദൃശ്യനായെന്ന്? അറിഞ്ഞില്ല. അദൃശ്യനായിരുന്നു. അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് കൊല്ലാൻ നമ്മളെ കൊല്ലും. പൊക്കളയാൻ പൈസ കിട്ടിയല്ലോ. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. സ്വാമി 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 എന്നെ കാണുന്നുണ്ടോ സ്വാമി? എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഉടായിപ്പോ സ്വാമിന്ന്. ഈ ആപ്പിള് കഴിച്ചപ്പോ അപ്രത്യക്ഷനായി. എടി പൂതനെ, നീഞ്ഞു വാ, ഇന്ന് നിന്റെ കാമോനെ വിളിച്ച് വരുത്ത്. ഞാൻ അവിടെ അപ്രത്യക്ഷമായിട്ട് നിൽക്കുക. നിന്നെ ഞാൻ പൊക്കും. അപ്രത്യക്ഷനായിട്ട് നിൽക്കണം. എനിക്ക് എന്തിന് ഷർട്ടും മുണ്ടും പോട്ട് പുല്ല്. ഇന്ന് എല്ലാ കള്ളക്കളിയും ഞാൻ ഇന്ന് ഇവിടെ പൊക്കും. എവിടെ വരട്ട് പുല്ല്. ആ വരുന്നു പണ്ടാരം വരട്ട്. ഹലോ. എന്നെ കണ്ടില്ല. പിന്നെ നമ്മൾ കുട്ടികളുണ്ടാവുന്നതിന്റെ കാര്യമില്ലേ, അത് നമ്മൾ സ്വാമി വന്നായിരുന്നു, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. കാമുവിനെ വിളിച്ച് പറയാണ്. ഒരു കാര്യം ചെയ്യ്, ഒരു 7 മണിക്ക് ശേഷം വന്നാൽ മതി. 7 മണിക്ക് ശേഷം വിളിച്ച് വരുത്തണല്ലേ കാമുകനെ? കുറച്ച് മുല്ലപ്പൂം കൂടെ മേടിച്ചോണ്ട് വരണേ. അയ്യോ, ഞാൻ മാച്ചാറുടെ പൂവിനൊന്നും ഒരു വിലയില്ലല്ലടി. ശരി അമ്മ. അമ്മേ? അമ്മ. എടി നിനക്കരെ കാണാമോ? കാണാം. നിങ്ങൾ എന്തോന്ന് മനുഷ്യരെ കാണിക്കുന്ന പ്രാന്താ നിങ്ങൾക്ക്? മുണ്ടെടുത്ത് കൊടുക്കണം. എനിക്ക് അപ്രത്യക്ഷനാണ്. ഏതാ അപ്രത്യക്ഷം? എന്നെ കാണാൻ പറ്റൂല. എനിക്ക് കാണാല്ലേ? കാണാമോ? നിങ്ങൾക്ക് എന്നെ കാണാമോ? എടി എന്നെ നിനക്ക് ശരിക്കും കാണാമോ? കാണാം. ഉറപ്പാണോ? കാണാം. തൊട്ട് നോക്ക്. ശരിയാ, നിന്നെ കാണാം. എടി മഹാഭാവി, നീ വിളിച്ചു വരുത്തില്ലേ ആ സ്വാമിയെ നമ്മളെ ശരിക്കും പറ്റിച്ചത്. 30,000 രൂപ മാറ്റിട്ട് നിന്റെ കള്ളക്കാവന കാണിച്ചതെന്ന് പറഞ്ഞോണ്ട് എന്നെ അപ്രത്യക്ഷനാക്കണമെന്നും പറഞ്ഞോണ്ട് ആപ്പിള് തന്ന്. നിങ്ങളുടെ 30,000 പോയുള്ളൂ. ഇതേ കാര്യം പറയാം, നിങ്ങളുടെ കള്ളക്കാമുകി എനിക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരാന്നും പറഞ്ഞോണ്ട് എന്റെ 50,000 മേടിച്ചോണ്ടാ പോയത്. വാങ്ങിച്ചാ? ശരിക്കും അങ്ങനെ നമ്മളെ പറ്റിച്ചിട്ട് നമ്മളല്ല അപ്രത്യക്ഷനായത്, ശരിക്കും ആ സ്വാമിയാ അപ്രത്യക്ഷനായത്. എന്നാലും എന്റെ സ്വാമി, അവളാ സ്വാമി.